അവർ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം ഇത് ഹസ്ബൻഡ് അറിഞ്ഞു. അങ്ങനെയാണ് ഇത് വിഷയം ഉണ്ടായത്. അത് കൊലപാതകത്തിലോട്ട് പോയത്. ഈ ആള് മുകേഷ് എന്നാണ് അയാളുടെ പേര്. അയാൾ ഈ സിസ്റ്ററിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. മലയാളി ദമ്പതികൾ കുവൈറ്റിൽ മരിച്ച സംഭവത്തിൽ കുറെ തെളിവുകൾ നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാമതൊരാളുടെ ഇൻവോൾവ്മെന്റ് ഈ ഒരു കേസിനകത്ത് ഉണ്ടെന്ന്. അതേപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഈ ബിൻസി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീക്ക് വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ഒരു വോയിസ് നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. യൂഷ്വൽ സൈക്കോ എന്ന് പറയുന്ന ചാനലിനകത്താണ് ആ ഒരു വോയിസ് പുറത്തു വന്നിരിക്കുന്നത്. സോ ആ ചാനലിനകത്ത് വളരെ വ്യക്തമായിട്ട് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു ചാനൽ പോയി കാണണം. എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ തന്നെ എന്താണ് ഈ ഒരു വിഷയത്തിലെ സത്യാവസ്ഥ എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബ്രോ നമസ്കാരം. എൻ്റെ പേര് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന ചില വീഡിയോസിലെ നേഴ്സസ് കപ്പിൾസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ കുറേ ഫേക്ക് ന്യൂസുകളായിട്ടാണ് വരുന്നത് ഒരുപാട് ചാനൽസിൽ. അപ്പം ആൾക്കാരെ അത് തെറ്റിദ്ധരിക്കുന്നുണ്ട്. അതിൻ്റെ യഥാർത്ഥ കാരണം അതുകൊണ്ട് തന്നെ പുറത്ത് വരുന്നില്ല. അത് എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഡിഫൻസിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്റർ എൻ്റെ അടുത്ത് ഇതുപോലെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആരെങ്കിലും അറിയിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് അറിയിക്കുക, സത്യങ്ങൾ പുറത്ത് വരട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തതാണ്. അതിൽ ഹസ്ബൻഡിനെ കുറ്റപ്പെടുത്തിയാണ് എല്ലാ വീഡിയോസും പോസ്റ്റുകളെല്ലാം വരുന്നത്. കാര്യം അവരെ നേഴ്സിംഗ് പഠിപ്പിച്ചെന്നോ ജോലി വാങ്ങിക്കൊടുത്തെന്നോ അങ്ങനെയൊന്നും അതൊക്കെ, പിന്നെ അയാൾ സൈക്കോ ആണെന്നും പിന്നെ സംശയരോഗിയാണെന്നും ഡെയിലി മർദ്ദിക്കാറുണ്ടെന്നും അങ്ങനെയൊക്കെയുള്ള കുറേ ഫേക്കായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് എല്ലാ വീഡിയോസ്. നിലവിൽ ഈ ഒരു സംഭവം നടന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് ഈ ഹസ്ബൻഡിനെ ആയിരുന്നു കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് പുള്ളിക്കാരൻ ഒരു സംശയരോഗിയാണ്, അതിന്റെ പേരിലാണ് ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയത്. അത് മാത്രമല്ല, പ്രത്യേകിച്ച് ഇവരുടെ നൈറ്റ് ഡ്യൂട്ടി സംബന്ധമായിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫൈനലി ഇതിന്റെ ഒരു സത്യാവസ്ഥ പുറത്തു വന്നിരിക്കുകയാണ്. ഇങ്ങനെയൊന്നും അല്ല സംഭവം. ശരിക്കും പറഞ്ഞാൽ ഈ ബിൻസി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് വേറൊരാളുമായിട്ട് റിലേഷൻ ആയിരുന്നു. ഈ ഒരു വ്യക്തി പലതവണ അത് എതിർത്തിട്ടുണ്ടായിരുന്നു. എതിർത്തിട്ടും പിന്നെയും അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ പറയണത്. ബാക്കിയോടെ കേൾക്കാം. അപ്പോൾ ആരോ ഒരാൾ ഇറക്കിയ വീഡിയോസ് ബാക്കിയുള്ള എല്ലാവരും കോപ്പി ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എല്ലാവരും ഇതാ പറയുന്നത്. ഇതിൽ അവരെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതിലവർ പറയുന്നതെന്ന് വെച്ചാൽ, ചില യൂട്യൂബേഴ്സൊക്കെ സംശയിക്കുന്നത് പോലെ ഇതിൽ മൂന്നാമതൊരാളിൻ്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രസൻസ് എന്ന് വെച്ചാൽ അവർ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു. ആ ബന്ധം ഇത് ഹസ്ബൻഡ് അറിഞ്ഞു. അങ്ങനെയാണ് ഇത് വിഷയം ഉണ്ടായത്. അത് കൊലപാതകത്തിലോട്ട് പോയത്. ഈ ആള് മുകേഷ് എന്നാണ് അയാളുടെ പേര്. അയാൾ ഈ സിസ്റ്ററിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, മുകേഷ് എന്നാണ് അയാളുടെ പേര്. അവരുടെ കൂടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായിട്ട് ഈ ഒരു സ്ത്രീ പറയുന്നുണ്ട്. ശരിക്കും ഈ ഒരു വിഷയത്തിൽ നമ്മളൊക്കെ എന്ത് പറയാനാണ്? കാര്യം നിങ്ങൾക്ക് ഭർത്താവുമായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ആ പുള്ളിക്കാരനെ ഡിവോഴ്സ് ചെയ്യുക. എന്തിനാണ് ഈ വേറൊരു റിലേഷൻ ഇരിക്കുന്ന സമയത്ത് തന്നെ മറ്റ് തപ്പിപ്പോകേണ്ട ആവശ്യം എന്താണ്? അതൊക്കെ ഭയങ്കര ചെറ്റത്തരമല്ലേ? ഒന്നുമില്ലെങ്കിൽ ആ കുട്ടികളെ പറ്റിയെങ്കിലും ചിന്തിക്കണ്ടേ? അപ്പം ഒരു കാരണവശാലും ഞാൻ ഇവിടെ സൂരജ് ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കുമല്ല. പക്ഷേ ഏതൊരു ഭർത്താവും ഇത് കാണുമ്പോഴും കേൾക്കുമ്പോഴും സഹിക്കാൻ പറ്റത്തില്ല. എങ്ങനെ സഹിച്ച് നിൽക്കാൻ പറ്റും ഇതൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും? ഒന്നും പറയാനില്ല. താമസിക്കുന്നത് മുകേഷ് നിക്കി എന്നാണ് അയാളുടെ പേര്, ഫുൾ പേര്. പുള്ളിക്കാരന് ഇതുപോലെ ഒരുപാട് ലേഡീസൊക്കെയുമായിട്ടുള്ള ബന്ധമുള്ളതായിട്ടൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ ഇയാളുടെ പേരും പറഞ്ഞ് പലതവണയും ഇവരെ വീട്ടിൽ വിഷയമുള്ളതായിട്ടുള്ളതും പല പ്രാവശ്യം വാൺ ചെയ്തിട്ടും ഇയാൾ വീണ്ടും അവരുടെ അടുത്ത് ഈ റിലേഷൻ വെച്ച് വരുന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എയർപോർട്ടിൽ നിന്ന് ഇവര് ലീവ് കഴിഞ്ഞ് വന്നപ്പോൾ എയർപോർട്ടിൽ നിന്ന് പുള്ളിക്കാരൻ ഇവരൊറ്റയ്ക്ക് വന്ന നാട്ടിൽ നിന്ന് പുള്ളിക്കാരൻ അവരെ അവിടെ വന്ന് പിക്ക് ചെയ്ത് ഇവരുടെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഈ അടുത്തും ബിൻസിയും സൂരജും കൂടെ നാട്ടിൽ വന്ന് പോയിട്ടേ ഉള്ളായിരുന്നു. അതായത് ബിൻസി ആയിരുന്നു പെട്ടെന്ന് നേരത്തെ പോയത്, ലീവ് ഇല്ലാത്തതിൻ്റെ പേരിലായിരുന്നു നേരത്തെ പോയത് എന്നൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിയാണ് ഈ ഒരു പുള്ളിക്കാരത്തി പറയുന്നത്. അതായത് തിരിച്ച് കുവൈറ്റിൽ ചെല്ലുന്ന സമയത്തും ഈ മുകേഷ് എന്ന് പറയുന്നവനായിരുന്നു പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അവൻ്റെ കൂടെ ഇവർ റിലേഷൻ ആയിരുന്നു. പലതവണ താക്കീത് കൊടുത്തിട്ടും അവനുമായിട്ട് ആ റിലേഷൻ കണ്ടിന്യൂ ചെയ്തു. ഇങ്ങനെയൊക്കെ തരത്തിലുള്ള വോയിസ് ആണത്. ഇമാര് തോന്നിവാസവും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് രണ്ടുപേരുടെയും ജീവിതവും നഷ്ടപ്പെട്ട് ആ രണ്ട് പിള്ളേരും അനാഥരായി. അവരിനി പ്രായപൂർത്തിയാവുന്നത് വരെ എന്തെല്ലാം സ്ട്രഗിൾ ചെയ്യണമായിരിക്കും ആ രണ്ട് കുട്ടികൾ. കഷ്ടം തോന്നും. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു വലിയൊരു പാഠമാവട്ടെ എല്ലാവർക്കും. ഈ ബിൻസിയെ സംബന്ധിച്ച് ഇവർ രണ്ടുപേരും സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. ഒരുപാട് നാൾ സ്നേഹിച്ചിട്ടാണ് ഇവർ കല്യാണം കഴിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ നാണ്ട കല്യാണം കഴിഞ്ഞ് രണ്ട് പിള്ളേരും ആയി കഴിഞ്ഞതിന് ശേഷം വേറെ ഒരു റിലേഷനിൽ പോയിരിക്കുന്നത്. എന്തൊരു തോന്നിവാസമാണ് ഇതൊക്കെ. ഇവരെ ഫ്ലാറ്റിലോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുള്ളതായിട്ടൊക്കെ ഉള്ള തെളിവുകൾ മറ്റു പുള്ളിക്ക് കിട്ടിയതുകൊണ്ടാണ് ഈ കൊലപാതകത്തിലോട്ട് കലാശിച്ചത്.
പിന്നെ ഇതിൽ പുള്ളിക്കാരൻ ഇത് മർഡർ ചെയ്തതിന് ശേഷം ഫോട്ടോ എടുത്ത് ഈ മുകേഷിന് അയച്ചു കൊടുത്തായിരുന്നു. അയച്ചു കൊടുത്തിട്ട് നിന്നെയും കൊല്ലുമെന്ന് പറഞ്ഞായിരുന്നു. പുള്ളിക്കാരൻ അവിടെ നിന്ന് അപ്പോൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഓടിയതോ ഫ്രണ്ടിൻ്റെ റൂമിലൊക്കെ പോയിരുന്നു. ബിൻസിയെ കൊലപ്പെടുത്തിയതിന് ശേഷം സൂരജ് ഫോട്ടോ എടുത്തിട്ട് മുകേഷിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നുവെന്ന്, അതായത് അവനെയും കൊല്ലുമെന്ന്. അന്നേരം അവൻ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഓടി, അവൻ ഏതോ അവൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലൊക്കെ ചെന്ന് വിളിച്ചിരുന്നെന്നൊക്കെയാണ് പറയണത്. ശരിക്കും ഈ ഒരു വോയിസിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ അവൻ്റെയൊക്കെ പേരിൽ ആക്ഷൻ എടുക്കണം. കാര്യം അവനും കൂടി ഉത്തരവാദിയാണ് ഈ ഒരു കാര്യത്തിൽ. കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, രണ്ടുപേരുടെ ജീവനാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. സൂര്യനെ സംബന്ധിച്ച് ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. സൂര്യന് വേണ്ടെങ്കിൽ അപ്പോഴേ ഡിവോഴ്സ് ചെയ്യണമായിരുന്നു. ആ 2 പിള്ളേരെ പറ്റിയിട്ടെങ്കിലും ചിന്തിക്കണമായിരുന്നു. കാര്യം ഒരിക്കലും നമുക്ക് നിയമം കയ്യിലെടുക്കാനായിട്ടുള്ള അധികാരമില്ല. പക്ഷേ പെട്ടെന്ന് ഒരു എടുത്തചാട്ടത്തിൻ്റെ പേരിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ റൂമിലിരുന്ന് ഇയാളും മരിച്ചു എന്ന് കൺഫേം ആയതിനു ശേഷമാണ് പിന്നെ അയാൾ ഡ്യൂട്ടിക്ക് വന്നതായിട്ടാണ് അന്നാണ് ആ സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് പോയിട്ട് പല പ്രാവശ്യവും ഈ റിലേഷൻ അറിഞ്ഞിട്ട് ഈ സൂരജ് ഈ സിസ്റ്ററിനെ വിലക്കിയിട്ടുണ്ടായിരുന്നത്. അന്നൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഈ മൊബൈൽ കോൾ വരുന്നത്, വീഡിയോ കോൾ വരുന്നത്, മെസ്സേജുകളെല്ലാം കണ്ടിട്ട് അവർ മർദ്ദിക്കുകയുണ്ടായി. അതിനുശേഷവും ഇയാൾ ആ പരിപാടി നിർത്താതെ വീണ്ടും ഇവരുടെ പുറകെ നടന്ന് അവരെ വീണ്ടും അതിലോട്ട് വലിച്ചയച്ച് ഒരു വലിയൊരു ദുരന്തം. ഈ മുകേഷ് എന്ന് പറയുന്നവൻ പിന്തുടർന്ന് ശല്യം ചെയ്തു, അല്ലെ പിന്തുടർന്ന് വീഡിയോ കോൾ ചെയ്യുന്നു, ഇതെല്ലാം കണ്ടിട്ടും പലതവണ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു സൂരജ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഒരു സംഭവം നടന്ന ദിവസം ആ നാട്ടിലുള്ളവരും വീട്ടുകാരും ഒക്കെ പ്രതികരിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് സൂരജിൻ്റെ ബന്ധുക്കളൊക്കെ അവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഈസ്റ്ററിന് വരെ അവിടെ ഉണ്ടായിരുന്നു, ഒരുമിച്ച് നല്ല രീതിയിലാണ് അവർ ജീവിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. അത് മാത്രമല്ല, ഈ ഓസ്ട്രേലിയയിലോട്ട് അവർ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. അതിൻ്റെ വിസ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഈ ഒരു ദിവസം വരെയും ഇല്ലെന്നൊക്കെയായിരുന്നു പ്രതികരിച്ചത്. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ആ ഒരു കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരെ കൊണ്ടെത്തിച്ചത് ഈ പുള്ളിയാണ് എന്നാണ് അവിടെ എല്ലാവരും പറയുന്നത്. അപ്പോൾ ദയവേത് ഇതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. മരിച്ചുപോയ ഒരാളാണെങ്കിലും അയാൾ ചെയ്തത് തെറ്റാണെങ്കിലും അയാളുടെ ഭാഗം മാത്രം, അയാൾക്കും ഒരു കുടുംബം ഉണ്ടാവും. അയാളെ എല്ലാവരും ചേർന്ന് ഭ്രാന്തനാക്കി, സൈക്കാട്രിക് പേഷ്യൻ്റാക്കി, സംശയരോഗിയാക്കി, കൊലപാതകയാക്കി, എല്ലാമാക്കി. ഇനിയെങ്കിലും മരിച്ചു കഴിഞ്ഞല്ലോ, സത്യങ്ങളെങ്കിൽ ഇനിയെങ്കിലും അയാൾ ജീവിച്ചിരുന്നപ്പോൾ ഈ മുകേഷ് ആ പ്രശ്നത്തിന് പല പ്രാവശ്യം സോൾവ് ചെയ്തിട്ട് ഇയാൾ നിർത്തിയിരുന്നെങ്കിൽ ആ പുള്ളിക്കാരിയും അവരിപ്പോഴും ജീവിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതിനൊന്നും നമുക്ക് ആർക്കും അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. പുള്ളി മരിച്ചതിന് ശേഷം വീണ്ടും കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെ ഇനിയെങ്കിലും അതിൻ്റെ സത്യം മനസ്സിലാക്കണമെന്ന് ഒരിതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത്. ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. കാര്യം 2 പേരുടെ ജീവൻ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും മുകേഷ് എന്ന് പറയുന്നവൻ വീണ്ടും അടുത്ത സ്ത്രീകളെ തപ്പി വീണ്ടും പോകുമായിരിക്കാം. കാര്യം അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് പറയണത്. ഇവന് വേറെ പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ. എന്തായാലും ഇവൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു മരണം സംഭവിച്ച സമയത്ത് തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അവിഹിത ബന്ധം അവിടെ എവിടെ ഉണ്ട് എന്ന്. അതിപ്പം സത്യമായി തെളിഞ്ഞില്ലേ? കാര്യം പല ന്യൂസുകളും നമ്മൾ കേൾക്കുമ്പോഴും പെട്ടെന്ന് അങ്ങ് അവിഹിതം എന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും ചില കേസസിലൊന്നും അങ്ങനെയൊന്നും കാണത്തില്ല. പക്ഷേ ഈ ഒരു കേസിൽ എല്ലാവരും തറപ്പിച്ച് പറയുന്ന ഒരു കാര്യമായിരുന്നു അവിഹിത ബന്ധമുണ്ട്, ഇവിടെ ഒരു മൂന്നാമതൊരാളുടെ പ്രസൻസ് ഉണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മൂന്നാമതൊരാളുടെ പ്രസൻസ് ആ ഒരു വീട്ടിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ മൂന്നാമതൊരാൾ ഈ ഒരു കേസിൽ ഇൻവോൾവ് ആണ് എന്ന് ഞാനും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. എന്തായാലും മുകേഷിൻ്റെ എതിരെ നിലവിൽ കേസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോയെന്നോ ഡീറ്റെയിൽസോ ഒന്നും അറിയാൻ വയ്യ. ഇങ്ങനൊരു വോയിസാണ് ഇപ്പോൾ നിലവിൽ പുറത്ത് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു സത്യം എന്നുള്ള രീതിയിൽ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.